ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന വാഹന ഉടമകളെയും ഡ്രൈവർമാരെയും ഒരുപോലെ ആവേശഭരിതരാക്കുന്ന ഒരു വാർത്തയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചാൽ അതിന്റെ കാലാവധി 50 വയസ്സ് വരെ നീട്ടാൻ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഗൗരവകരമായ ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. നിലവിൽ ഇന്ത്യയിൽ ഒരു സാധാരണ പൗരന് ലൈസൻസ് ലഭിച്ചാൽ അതിന് പരമാവധി 20 വർഷത്തെ കാലാവധിയാണ് അനുവദിക്കുന്നത്. ഈ കാലാവധി കഴിയുമ്പോൾ RTO ഓഫീസുകൾ കയറിയിറങ്ങിയും ഓൺലൈൻ അപേക്ഷകൾ നൽകിയും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ചും ലൈസൻസ് പുതുക്കേണ്ടി വരുന്നുണ്ട്. ഈ ചുവപ്പ് നാടകളിൽ നിന്നും വലിയൊരു പരിധിവരെ ജനങ്ങൾക്ക് മോചനം നൽകുന്നതാണ് പുതിയ പരിഷ്കാരം. ചർച്ചകൾ ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണെങ്കിലും ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ ഗതാഗത ചരിത്രത്തിലെ ഏറ്റവും ജനസൗഹൃദപരമായ തീരുമാനങ്ങളിലൊന്നായി ഇത് മാറുമെന്നതിൽ സംശയമില്ല. ഡിജിറ്റൽ യുഗത്തിലേക്ക് രാജ്യം അതിവേഗം കുതിക്കുമ്പോഴും പല സർക്കാർ സേവനങ്ങളും ഇപ്പോഴും സാധാരണക്കാരന് ഒരു വലിയ ബാധ്യതയായി തുടരുകയാണ്. 18 വയസ്സിൽ ലൈസൻസ് എടുക്കുന്ന ഒരു യുവാവിന് 38 വയസ്സാകുമ്പോൾ ആദ്യത്തെ പുതുക്കൽ പ്രക്രിയയിലേക്ക് കടക്കേണ്ടി വരുന്നുണ്ട്. ജോലി തിരക്കുകൾക്കും ജീവിത പ്രാരാബ്ധങ്ങൾക്കുമിടയിൽ പലപ്പോഴും ഈ തീയതികൾ ഓർത്തുവെക്കുന്നതും ആവശ്യമായ രേഖകൾ കൃത്യസമയത്ത് ഹാജരാക്കുന്നതും പലർക്കും കനത്ത വെല്ലുവിളിയാണ്. ലൈസൻസ് കാലാവധി കഴിഞ്ഞ് പുതുക്കാൻ വൈകിയാൽ വലിയ പിഴയും നൽകേണ്ടി വരുന്നുണ്ട്. ഒരു വ്യക്തിയുടെ മധ്യവയസ്സുവരെ, അതായത് കാഴ്ചശക്തിക്കും ശാരീരിക ക്ഷമതയ്ക്കും കാര്യമായ തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത 50 വയസ്സുവരെ ലൈസൻസിന് പൂർണ്ണ സാധുത നൽകുക വഴി പൗരന്മാരുടെ ജീവിതം കൂടുതൽ ലളിതമാക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ പല ആധുനിക ഗതാഗത സംവിധാനങ്ങൾക്കും സമാനമായ ഒരു ചുവടുവയ്പ്പാണ് ഇത്. ഈ വലിയ മാറ്റത്തിനൊപ്പം തന്നെ RTO ഓഫീസുകളിലെ അഴിമതിയും ഇടനിലക്കാരുടെ ചൂഷണവും പൂർണ്ണമായും ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള മറ്റ് ചില ഡിജിറ്റൽ പരിഷ്കാരങ്ങളും സർക്കാർ അണിയറയിൽ ഒരുക്കുന്നുണ്ട്. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മറ്റൊരാൾക്ക് കൈമാറുന്ന പ്രക്രിയയും വിവിധ പെർമിറ്റുകൾ പുതുക്കുന്നതിനുമായ നടപടികൾ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് മാറ്റാനാണ് മന്ത്രാലയം പദ്ധതിയിടുന്നത്. ഇതിലൂടെ ഓഫീസുകളിൽ നേരിട്ട് പോകേണ്ട സാഹചര്യം ഇല്ലാതാവുകയും പേപ്പർ രഹിത ഭരണം സാധ്യമാവുകയും ചെയ്യും. ലൈസൻസ് കാലാവധി ദീർഘിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്ന ആശങ്ക ചില സാമ്പത്തിക വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ പുതിയ ഡിജിറ്റൽ ഫീസ് ഘടനയിലൂടെയും മറ്റ് ഓൺലൈൻ സേവന നിരക്കുകളിലൂടെയും ഈ വരുമാന നഷ്ടം നികത്താൻ സാധിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. സേവനങ്ങൾ എളുപ്പമാകുമ്പോൾ തന്നെ റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല എന്ന ശക്തമായ മുന്നറിയിപ്പും ഇതോടൊപ്പമുണ്ട്. ലൈസൻസ് പുതുക്കൽ ലഘൂകരിക്കുന്നതിന് പകരമായി ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെ വളരെ കർശനമായ ശിക്ഷാ നടപടികളാണ് വരാൻ പോകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിലവിലുള്ള നെഗറ്റീവ് പോയിന്റ് അഥവാ ഡീമെറിറ്റ് പോയിന്റ് സിസ്റ്റം ഇന്ത്യയിലും കർശനമാക്കും. ഇതനുസരിച്ച് ഓരോ തവണ നിയമം ലംഘിക്കുമ്പോഴും ഡ്രൈവർമാരുടെ പ്രൊഫൈലിൽ നെഗറ്റീവ് പോയിന്റുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. ഈ പോയിന്റുകൾ ഒരു നിശ്ചിത പരിധി കടന്നാൽ ലൈസൻസ് തനിയെ റദ്ദാക്കപ്പെടുകയോ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ ചെയ്യും. ഇത്തരത്തിൽ ലൈസൻസ് നഷ്ടപ്പെടുന്നവർക്ക് അത് തിരികെ ലഭിക്കണമെങ്കിൽ കഠിനമായ പുനർപരിശീലന കോഴ്സുകളും കടുത്ത പരീക്ഷകളും വീണ്ടും പാസ്സാകേണ്ടി വരും. ചുരുക്കത്തിൽ നിയമം പാലിക്കുന്ന നല്ലവരായ ഡ്രൈവർമാർക്ക് അനാവശ്യമായ ഓഫീസുകൾ കയറ്റിയിറങ്ങുന്നത് ഒഴിവാക്കി പരമാവധി ആശ്വാസം നൽകുകയും അതേസമയം നിയമം കയ്യിലെടുക്കുന്നവരെ റോഡിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഇരട്ട തന്ത്രമാണ് സർക്കാർ മെനയുന്നത്. ചുരുക്കത്തിൽ നിയമം പാലിക്കുന്ന നല്ലവരായ ഡ്രൈവർമാർക്ക് അനാവശ്യമായ ഓഫീസ് കയറ്റങ്ങൾ ഒഴിവാക്കി പരമാവധി ആശ്വാസം നൽകുകയും അതേസമയം നിയമം കയ്യിലെടുക്കുന്നവരെ റോഡിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഇരട്ട തന്ത്രമാണ് സർക്കാർ മെനയുന്നത്. ഈ നിർദ്ദേശങ്ങൾ ഔദ്യോഗികമായി നിയമമാകാൻ ഇനിയും സമയമെടുക്കുമെങ്കിലും ഇന്ത്യൻ റോഡുകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ഭരണ സംവിധാനങ്ങളെ കൂടുതൽ സുതാര്യമാക്കാനും ഈ പരിഷ്കാരങ്ങൾക്ക് സാധിക്കും. അധികാരികളുടെ ഈ ആധുനിക ചിന്താഗതിയോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ഉത്തരവാദിത്തമുള്ള ഒരു ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കാൻ ഓരോ പൗരനും പ്രതിജ്ഞാബദ്ധരാകേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.